തിരുവനന്തപുരത്ത് 5 പേരുടെ കൂട്ടക്കൊലയിൽ നടുങ്ങി നിൽക്കുകയാണ് നാട് വിറങ്ങലിക്കുന്നു. കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും ഉൾപ്പെടെ പ്രതി അഫാൻ കൊലപ്പെടുത്തുന്നതിന് പിന്നിലെ കാരണമെന്തെന്ന് ഇതുവരെ വ്യക്തവുമായിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ തുടരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, സലീം മാലിക്, അലക്സ് റാം മുഹമ്മദ് അടക്കം. അലക്സിലേക്ക് പോകുന്നു. അലക്സ് റാം മുഹമ്മദ്, പോലീസ് പറയുകയാണ് പ്രതി ലഹരി ഉപയോഗിച്ചതിന് തെളിവുണ്ട്, എവിഡൻസ് ഉണ്ടെന്ന് പോലീസ് തന്നെ പറയുകയാണ്. ഏതുതരം രാസലഹരിയാണോ സിന്തറ്റിക് ലഹരിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ പരിശോധനയിൽ മാത്രമേ അത് വ്യക്തമാവുകയുമുള്ളൂ. എന്താണ് യഥാർത്ഥ കൊലപാതക കാരണമെന്ന് ഇപ്പോഴും നമുക്ക് അവ്യക്തമായി നമ്മുടെ മുന്നിൽ തുടരുകയാണ്. മെഡിക്കൽ കോളേജിൽ നൽകാൻ കഴിയുന്ന വിവരം എന്താണ് അലക്സ്? ഹഷ്മി, തീർച്ചയായും അതായത് ഈ വിഷയത്തിൽ ഇതിൻ്റെ മോട്ടീവ് സംബന്ധിച്ചൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നു, റൂറൽ പോലീസ് മേധാവി അടക്കം പറയുന്നുണ്ട്, ഈ അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചിരുന്നു, അത് അവർ സ്ഥിരീകരിക്കുമ്പോഴും ലഹരിക്ക് അടിമയാണോ എന്നുള്ള കാര്യം തുടർ പരിശോധന, അത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ പറയാൻ സാധിക്കൂ, കൂടുതൽ മൊഴിയെടുത്തതിന് ശേഷമേ പറയാൻ സാധിക്കൂ എന്ന് പോലീസ് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയതുപോലെ ഒന്ന് സാമ്പത്തികമായി ബന്ധപ്പെട്ട കടബാധ്യത അതങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ പണത്തിനു വേണ്ടി, ആഭരണത്തിനു വേണ്ടി നിരവധി തവണ തൻ്റെ ഉറ്റ ബന്ധുക്കളെ അഫാൻ സമീപിച്ചിരുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലെ പക അഫാൻ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രണയിനിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരികയും അവരെ വീട്ടുകാർ അംഗീകരിക്കാത്തതിലുള്ള മനോവിഷമം അത്തരത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രൊവോക്ഡായി ഈ കൊലപാതകം ചെയ്തതാകാം എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ കാരണം വ്യക്തമല്ല ഹാഷ്മി. എന്താണെങ്കിലും ഓരോ കൊലപാതകങ്ങളും എടുത്തു നോക്കുക. അതാ ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫർസാനയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഇൻക്വസ്റ്റ് നടപടികളിലെ പ്രാഥമിക വിവരങ്ങൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ഈ 5 കൊലപാതകങ്ങൾ എടുത്താലും അതിൽ ഈ ഹാമർ കൊണ്ട്, അതായത് ചുറ്റി കൊണ്ടാണ് ഇയാൾ പ്രധാനമായി ആക്രമിച്ചിരിക്കുന്നത്. അതിൽ കഴുത്തിന് മുകളിലേക്ക് മാരകമായി അടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു. അത് കഴുത്തിന് മുകളിൽ, മുഖത്ത്, തലയിലൊക്കെ അങ്ങനെ കണ്ട് മാരകമായി അടിക്കുകയായിരുന്നു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കുക, അതായിരുന്നു ആ പ്രതി ചെയ്തിരുന്നത്. അത് എന്തുതരം വികാരത്തിൻ്റെ പുറത്ത് ചെയ്തതാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. അതൊരു മനോനിലയുടെ പ്രശ്നമാണോ എന്ന് പോലും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞതിന് ശേഷം അയാൾ ഹെലിവിഷൻ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി 8 മണിക്ക് ഇയാൾ എത്തിക്കുന്നു. തുടർന്ന് ഇയാൾ ഈ ചികിത്സയോട് നിസ്സഹകരിക്കുന്ന സമീപനം ഉണ്ടാകുന്നു. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടക്കമുള്ള നിർബന്ധത്തിന് വഴങ്ങി പിന്നീട് ചികിത്സയ്ക്ക് വഴങ്ങുന്നു. വയറ് കഴുകി അടക്കമുള്ള ചികിത്സ നൽകി. മറ്റു തുടർ ചികിത്സകൾ, അത് കാനലോ അടക്കം നൽകി, ഇഞ്ചക്ഷൻ അടക്കം നൽകുന്ന ചികിത്സകളോട് ഇയാൾ നിസ്സഹരണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്നും സമാനമായി തന്നെയാണ് ഇയാളുടെ അവസ്ഥ. ഇയാൾ നിസ്സഹരിക്കുന്നുണ്ട്. പലപ്പോഴും ഈ കാനലൊക്കെ വലിച്ചൂരി കളയുന്ന സ്വഭാവം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങേയറ്റം അസ്വസ്ഥത ഇയാൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, എലിവിഷം താൻ 8 വർഷം മുമ്പ് കഴിച്ചിരുന്നതായും ഈ പ്രതി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. 8 വർഷം മുമ്പെന്ന് പറയുമ്പോൾ പ്രതിക്ക് 15 വയസ്സാണ് പ്രായം. അഫാൻ അന്ന് 15 വയസ്സാണ് പ്രായം. സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിനാലാണ് അന്ന് വിഷം കഴിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചില സമയങ്ങളിൽ ഇയാൾ പണത്തിന് വേണ്ടിയോ ഫോണിന് വേണ്ടിയോ അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാതിരിക്കുമ്പോൾ ഇങ്ങനെ ഇയാളുടെ മനോനില ട്രിഗർ ചെയ്യപ്പെടുന്നതാണോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ മനഃശാസ്ത്രജ്ഞരുടെ അടക്കം വിദഗ്ധാഭിപ്രായം പോലീസ് തേടുന്നുണ്ട്. എന്താണ് ഈ പ്രതി ഇതിലേക്ക് നയിച്ചതെന്ന് വ്യക്തമല്ല. ഇന്നലെ രാത്രി വൈകി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതിയുടെ മൊഴിയെടുത്തിരുന്നു. ഈ ദുരൂഹത ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതി പറയുന്ന കാരണങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നു, അവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ഹാഷ്മി, പ്രധാനമായി 3 പേരെ കേന്ദ്രീകരിച്ചാണ് ഈ ചുരുളിനി അഴിക്കാൻ സാധിക്കുക. അതൊന്ന് അഫാൻ തന്നെയാണ്. അഫാൻ സ്റ്റേബിൾ ആയതിനു ശേഷം, അഫാൻ്റെ ആരോഗ്യനില സ്റ്റേബിൾ ആണെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ ഈ ചികിത്സയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അയാളെ പുറത്തിറക്കി അയാളെ വിശദമായി, ശാസ്ത്രീയമായും അതുപോലെ വിദഗ്ധമായും ഒക്കെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മൊഴി കാര്യമായി തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. മണിക്കൂറുകളെടുത്ത് അയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അയാളുടെ ഈ മനോനിലയുടെ സഞ്ചാരം എങ്ങോട്ടാണെന്ന് അടക്കം പോലീസിന് വിലയിരുത്തേണ്ടതുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അയാളുടെ മാതാവ് ഷെമിയുടെ കാര്യമാണ്. ഷെമി ഗുരുതരാവസ്ഥയിലാണ്. ഷെമി സംസാരിക്കണം. ഷെമി സംസാരിച്ച് ഷെമിയിൽ നിന്നും മൊഴിയെടുത്താൽ അതിനൊരു കൃത്യമായൊരു ധാരണയുണ്ടാകും. മറ്റൊന്ന് പിതാവിൻ്റെ മൊഴിയാണ്. പിതാവ് ഇപ്പോൾ വിദേശത്താണ്, റഷീദിൻ്റെ മൊഴി കൂടി കൃത്യമായി രേഖപ്പെടുത്തണം. എന്നാൽ മാത്രമായിരിക്കും പോലീസിന് ഒരു പക്ഷേ കൃത്യമായ ട്രാക്കിലേക്ക് എത്താൻ സാധിക്കുക. എന്താണെങ്കിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണ് ഞാനുള്ളത്. ഇവിടേക്കാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ഈ 5 മൃതദേഹങ്ങളും കൊണ്ടുവരിക. അത് മുത്തശ്ശിയുടേതാകട്ടെ, മറ്റു 2 ബന്ധുക്കളുടേതും അതുപോലെ തൻ്റെ അനിയനടക്കം പ്രണയിനി അടക്കമുള്ളവരുടെ മൃതദേഹം ഇവിടേക്കാണ് കൊണ്ടുവരിക. ഫർസാനയുടെ മൃതദേഹം കൊണ്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. മിനിമം ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ 1 മണിക്കൂർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമയമെടുക്കും. വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് 4 പേരുടെ സംസ്കാര നടപടികൾ ഇന്ന് തന്നെ നിശ്ചയിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ വിഷയം പോലീസിന് വിശദമായി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിസ്സഹരണം തുടരുന്നുണ്ട്. അഫാൻ്റെ മനസ്സ് പിടിതരാത്ത തരത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും 24 വയസ്സാണ് ആ പ്രതിക്കുള്ള പ്രായം. 5 പേരെ കൈവറക്കാതെ വെട്ടിക്കൊന്ന് വീട്ടിൽ പോയി കുളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു കുറ്റബോധവും ഇല്ലാതെ, അതുപോലെ ഒരു കുറ്റബോധവും ഇല്ലാതെ, അതുവരെ ഇടയ്ക്ക് കണ്ട സുഹൃത്തിനെ മച്ച എന്നൊക്കെ വിളിച്ച് കളിവാക്കൊക്കെ പറഞ്ഞ് ഒരു കുറ്റബോധവും ഏതെങ്കിലും തരത്തിൽ ബാധിക്കാതെ പോയ അവന് 24 വയസ്സ് പ്രായം. കഴിഞ്ഞ ഇവിടെ എറണാകുളത്ത് ഋതുജയൻ എന്ന് പറയുന്ന ഒരുത്തൻ 3 പേരെ വെട്ടിക്കൊന്നിരുന്നു. അവനും പ്രായം 24 ആണ്.
എന്തൊക്കെയോ ആ തലമുറയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് ഇത്തരം കൊലപാതക വാർത്തകൾ കേൾക്കേണ്ടി വരും, അത് ഉറപ്പാണ്.